ഹായ് ഓൾ, പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സിമ്പിളായ ഏറ്റവും രുചികരമായ ഒരു തക്കാളിക്ക കറിയാണ്. ചോറിനൊപ്പം കഴിക്കാൻ പറ്റുക. സിമ്പിളാണ്. തക്കാളിക്ക വേകുന്ന സമയം മാത്രമേ മതി ഈ കറി ഉണ്ടാക്കാൻ. അതിനുവേണ്ടി ഞാൻ തക്കാളിക്കയും കുറച്ച് സവാളയും 2 പച്ചമുളകും വേവിച്ചെടുത്തതാണ് കാണുന്നത്. ഇനി അതിലേക്ക് അരച്ചു വെച്ച തേങ്ങ എന്ന് പറയുമ്പം കാമുറി തേങ്ങ, ഞാൻ കുറച്ച് കറിയാണ് ഉണ്ടാക്കുന്നത്. കാമുറി തേങ്ങ, ഒരു നുള്ളു ജീരകം, 2 ചുമന്നുള്ളി, അത് ഒന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ തേങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒത്തിരി ഉണങ്ങിപ്പോയതും ആകരുത്, തീരെ അങ്ങ് എളുപ്പവും ആകരുത്. അങ്ങനെയുള്ള തേങ്ങ എടുത്താലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. നമുക്ക് കറിയിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കണം. അതിപ്പം താളിച്ചൊഴിക്കാൻ വേണ്ടി നമുക്ക് ചുമന്നുള്ളി, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, ഇത്ര മാത്രം മതി. അതിലേക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടി ഇടണം. ഇട്ട് കഴിയുമ്പോൾ ജസ്റ്റ് ചൂടാകുകയാകാം. കറി തിളച്ച് പോരും, തേങ്ങ അരച്ച കറി. അപ്പം നല്ല സ്വാദിഷ്ടമായ കറി റെഡിയാകും. ഒട്ടും ടൈം വേണ്ട അത് ശരിയാക്കിയെടുക്കാൻ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ തക്കാളിക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ടേസ്റ്റിയാണ്, സിമ്പിളാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും ബൈ.